ആശുപത്രി വാർഡിൽ നിന്നും മരുന്ന് വാങ്ങാൻ പുറത്തേക്ക് പോവാനായി അവൾ വരാന്തയിലേക്ക് ഇറങ്ങി. അവളെ കണ്ടപ്പോൾ അയാൾ പുഞ്ചിരിച്ചു. അവളും ഒരു മറുപുഞ്ചിരി നൽകി നടന്നു പോകുമ്പോൾ അവൾ വിചാരിച്ചു, ആരായിരിക്കും ഇയാൾ തനിക്ക് പരിചയമില്ലല്ലോ, ഏതോ ഒരു അപരിചിതൻ, ചിലപ്പോൾ അയാൾക്ക് തന്നെ അറിയാമായിരിക്കും. അവൾ അങ്ങനെ ഓർത്തു. തിരിച്ചു വരുമ്പോഴും അയാൾ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അവളെ കണ്ടപ്പോൾ അയാൾ ചോദിച്ചു, തൻ്റെ പേരെന്താണ്? ശാരി. അവൾ മറുപടി പറഞ്ഞു. ആരെയാണ് ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്? ഹസ്ബൻഡിനെയാണ്. മറുപടി പറഞ്ഞ് അവൾ വേഗം വാർഡിനുള്ളിലേക്ക് കയറിപ്പോയി. ഉച്ചഭക്ഷണം വാങ്ങാൻ പുറത്തേക്ക് വന്നപ്പോഴും അയാൾ അവിടെ ഉണ്ടായിരുന്നു. അവളെ കണ്ടപ്പോൾ അയാൾ വീണ്ടും ചോദിച്ചു, ഹസ്ബൻഡിന് എന്താണ് അസുഖം? വയറുവേദനയാണ്. അവൾ മറുപടി പറഞ്ഞു. എന്നിട്ട് ഒരു മറുചോദ്യം ചോദിച്ചു, നിങ്ങളുടെ ആരെയാണ് ഇവിടെ അഡ്മിറ്റാക്കിയിരിക്കുന്നത്? എൻ്റെ ആരെയും അഡ്മിറ്റാക്കിയിട്ടില്ല, ഞാൻ ഒരു കുറ്റവാളിയെയും കൊണ്ടുവന്നതാണ്, അയാൾ പറഞ്ഞു. അവൾ വേഗം ഭക്ഷണം വാങ്ങാനായി പോയി. തിരിച്ചു വരുമ്പോൾ അവളെ പ്രതീക്ഷിച്ചെന്നവണ്ണം അയാൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവളെ കണ്ടപ്പോൾ അയാൾ പറഞ്ഞു, ശാരി, താൻ സുന്ദരിയാണ് കേട്ടോ. ഓ ആയിക്കോട്ടെ, വരവ് വെച്ചിരിക്കുന്നു. അവൾ മറുപടി പറഞ്ഞ് വാർഡിനുള്ളിലേക്ക് കയറിപ്പോയി. പോകുമ്പോൾ അവൾ വിചാരിച്ചു, താൻ അത്ര വലിയ സുന്ദരിയൊന്നുമല്ല എന്ന് തനിക്കറിയാം, സുന്ദരിയൊന്നുമല്ല എന്ന നിത്യസത്യം തനിക്കറിയാം. അയാൾ തന്നെ ഒന്ന് സൂചിപ്പിച്ചതാണ് തീർച്ച, അവൾ മനസ്സിലോർത്തു. പിറ്റേ ദിവസം ചായ വാങ്ങാനായി അവൾ പുറത്തേക്ക് വന്നപ്പോൾ അവളെ പ്രതീക്ഷിച്ചിട്ടെന്ന പോലെ അയാൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവളെ കണ്ടപ്പോൾ അയാൾ ചോദിച്ചു, ശാരി, തൻ്റെ നമ്പർ ഒന്ന് തരാമോ? അവൾ പറഞ്ഞു, ഓ അതിനെന്താ, തരാമല്ലോ. അവൾ വേഗം നമ്പർ കൊടുത്തു. അയാൾ അത് കുറിച്ചു വെച്ചു. അവൾ നമ്പർ പറഞ്ഞു കൊടുക്കുമ്പോഴും അത് കുറിച്ചു വയ്ക്കുമ്പോഴുമൊക്കെ ശാരിയുടെ മനസ്സിൽ ഒരു ഭയം തോന്നി. എന്തിനായിരിക്കും ഇയാൾ തൻ്റെ നമ്പർ ചോദിച്ചത്? അവൾ വിചാരിച്ചു, ഓ എന്തിനെങ്കിലും ആയിക്കൊള്ളട്ടെ. അങ്ങനെ വിചാരിച്ചു അവൾ ചായ വാങ്ങി തിരിച്ചു പോന്നു. ഉച്ചഭക്ഷണം വാങ്ങാൻ അവളെ കണ്ടില്ലെന്നായപ്പോൾ അയാൾ ആ നമ്പറിലേക്ക് വിളിച്ചു. ശാരി ചായയും വാങ്ങി ഹസ്ബൻഡിൻ്റെ അരികിലേക്ക് പോയപ്പോൾ തന്നെ അയാളുമായി പരിചയപ്പെട്ടതും നമ്പർ കൊടുത്തതുമായ എല്ലാ കാര്യങ്ങളും അവളുടെ ഹസ്ബൻഡിനോട് പറഞ്ഞിരുന്നു. ഇനി ഫോണിലേക്ക് വിളിച്ചാൽ എടുക്കണമെന്നും അവൾ ഹസ്ബൻഡിനോട് പറഞ്ഞു തീർച്ചപ്പെടുത്തി. ഫോൺ ബെല്ലടിച്ചപ്പോൾ അവൾ വേഗം ഹസ്ബൻഡിൻ്റെ കയ്യിലേക്ക് ഫോൺ എടുത്തു കൊടുത്തു. അയാൾ ഫോൺ വാങ്ങി. ഹലോ എന്ന മറുപടിക്ക് ഹലോ എന്ന ചോദ്യത്തിന് മറുവശത്തു നിന്നും ഒരു ആൺസ്വരം കേട്ടപ്പോൾ അയാൾ ഒന്നു പതറി. എങ്കിലും അയാൾ ചോദിച്ചു, ഇത് ശാരിയുടെ നമ്പറല്ലേ? അതെ, ശാരിയുടെ നമ്പറാണ്. ശാരിയെ ഒന്ന് കിട്ടുമോ? എന്തിനാണ് താങ്കൾക്ക് ശാരിയെ? ഞാൻ ശാരിയുടെ ഹസ്ബൻഡാണ്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞോളൂ, ഞാൻ ശാരിയോട് പറഞ്ഞോളാം. അത് കേട്ടതും അയാൾ ഫോൺ കട്ട് ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ശാരി പുറത്തേക്ക് വന്നപ്പോൾ അയാൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ശാരിയെ കണ്ടതും അയാൾ ചോദിച്ചു, ഞാൻ ശാരിയുടെ നമ്പറല്ലേ ചോദിച്ചത്? ശാരി എന്തിനാണ് ഹസ്ബൻഡിൻ്റെ നമ്പർ തന്നത്? അതിനെന്താ, ഹസ്ബൻഡിൻ്റെ നമ്പർ തന്നത് കൊണ്ട് എന്താണ് കുഴപ്പം? എനിക്ക് ഹസ്ബൻഡ് അറിയാത്ത ഒരു രഹസ്യവുമില്ല. പിന്നെ എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്നോട് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ ഹസ്ബൻഡിനോട് പറയാമായിരുന്നല്ലോ, ഹസ്ബൻഡ് എന്നോട് പറയുമല്ലോ. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് ശാരിയോടാണ് സംസാരിക്കാനുള്ളത്. അപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു. എനിക്ക് താങ്കളുടെ ദുരുദ്ദേശം മനസ്സിലായി, അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ നമ്പർ തന്നത്. അവൾ പറഞ്ഞു, മേലാൽ ഇനി ഞാൻ നമ്പറിലേക്ക് വിളിക്കരുത്, എന്നോട് സംസാരിക്കുകയും ചെയ്യരുത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് വളയ്ക്കാൻ പറ്റിയ ഒരു സ്ത്രീ അല്ല ഞാൻ. നിങ്ങളങ്ങനെ പല സ്ത്രീകളെയും കണ്ടിട്ടുണ്ടാകും, പക്ഷെ അക്കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തരുത്. കുട്ടികളുടെയും സ്ത്രീകളുടെയും ജീവനും മാനവും സമ്പത്തും ഒക്കെ രക്ഷിക്കേണ്ടവരല്ലേ നിങ്ങൾ? നാടിൻ്റെയും വീടിൻ്റെയും വീട്ടുകാരുടെയൊക്കെയും ജീവനും സമ്പത്തും ഒക്കെ സംരക്ഷിക്കേണ്ടവർ, അവർക്ക് സേവനം ചെയ്യേണ്ടവർ. ഇങ്ങനെയുള്ള നിങ്ങളൊക്കെ ഇത്തരത്തിൽ തുടങ്ങിയാലോ? നിയമപാലകർ എന്നു പറഞ്ഞാൽ എത്രയോ നല്ലവരായിരിക്കണം. നിയമപാലകരൊക്കെ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ കുറ്റവാളികൾ എങ്ങനെയാണ് പെരുകാതിരിക്കുക?
അവളുടെ മറുപടി കേട്ട് അയാൾ തരിച്ചു നിന്നുപോയി, പകച്ചുപോയി. ഒരക്ഷരം ഉരിയാടാനാവാതെ അയാൾ പതറി നിന്നുപോയി. പ്രതികരിക്കേണ്ടിടത്ത് ശക്തമായി പ്രതികരിച്ചിരിക്കണം. നോ പറയേണ്ട സ്ഥലത്ത് തീർച്ചയായും നോ പറയണം. എന്നാൽ നമ്മളിലേക്ക് നമ്മളറിയാതെ വന്നു ചേരുന്ന അനർത്ഥങ്ങളെയും അപാകതകളെയും ഒക്കെ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാനാവും. ശുഭദിനം.